ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1/2 കിലോ പ്രോൺസ് ആണ്. പ്രോൺസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റ് നേരത്തേക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതിയാവും. ഇത് 2 സൈഡും തിരിച്ചു മറിച്ച് വിട്ടതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. ചെമ്മീൻ കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോളയൊക്കെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 10 വെളുത്തുള്ളി അല്ലിയാണ്. വെളുത്തുള്ളി അല്ലിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്കിത് 3-4 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ട് അതിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇതൊരു കോഴ്സ് പേസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ ഒരല്പം തരിതരിപ്പായിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയാണ്. ഇതെല്ലാം എണ്ണയിലൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒരല്പം തരിതരിപ്പായി അരച്ചു വെച്ചിരിക്കുന്ന സവോള തക്കാളി മിശ്രിതം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മസാല അരച്ച മിക്സി കഴുകിയ ആ വെള്ളം തന്നെ 1/2 മുതൽ 1 കപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് 1 കപ്പ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്തും ഉള്ളി വഴറ്റുന്ന സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചതിന് ശേഷം വേണം നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.